കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാരിൻ്റെ വമ്പൻ ധൂർത്ത്. 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് ചെലവഴിക്കുന്നത് 21 കോടിയോളം രൂപ. പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ മാത്രം 16 കോടിയോളം രൂപയാണ് മാറ്റിവെക്കുന്നത്. LED വാൾ പരസ്യങ്ങൾക്ക് 3 കോടി 30 ലക്ഷം രൂപ വകയിരുത്തി. ഉത്തരവിൻ്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ഈ വാർത്തകളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇവിടെ ശമ്പളം കൊടുക്കാനില്ല, പ്രത്യേകിച്ചും KSRTC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ നമ്മൾക്കറിയാം. ആശാവർക്കർമാർ അവിടെ നടു റോഡിൽ തലമുണ്ടനം ചെയ്ത് കിടക്കുന്നു. പുതിയ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ വേറെ. അതുകൂടാതെ ഇത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാർ 4ാം വാർഷികം നല്ല പണച്ചെലവോടുകൂടി ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് 21 കോടിയോളം രൂപയാണ് 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് മാത്രം. രാജീവ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ധൂർത്തിന് ഒരു കുറവുമില്ല എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം വിപുലമായി ആഘോഷിക്കാനുള്ള തീരുമാനം നേരത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു നേരത്തെ കൈക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഏതായാലും ഇപ്പോൾ ഈ 4ാം വാർഷിക ആഘോഷങ്ങൾക്കായി പണം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തെ പണമാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് 4ാം വാർഷികത്തോടനുബന്ധിച്ച് വ്യാപകമായി പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുക എന്നതിനുള്ള പണമാണ് അനുവദിച്ചിരിക്കുന്നത്. അത് തന്നെ ആരെയും ഞെട്ടിക്കുന്നതാണ്. 21 കോടിയോളം രൂപയാണ് ഇതിനുവേണ്ടി മാത്രം അനുവദിച്ചിരിക്കുന്നത്. പരസ്യ ബോർഡുകൾ സംസ്ഥാനത്തൊട്ടാകെ സ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം 16 കോടിയോളം രൂപ അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 500 പരസ്യ ബോർഡുകൾ, അതായത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ തലകൾ നിറഞ്ഞുകൊണ്ട് 500 പരസ്യ ബോർഡുകളാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടം പിടിക്കുക. അതിനുള്ള പണം അനുവദിച്ചിരിക്കുന്നു. 16 കോടി രൂപയ്ക്കടുത്താണ് ഇതിനായി മാത്രം ചെലവഴിക്കുന്നത്. LED വാൾ ഉൾപ്പെടെയുള്ള പരസ്യ പ്രചരണത്തിനായി 3 കോടി രൂപ ചെലവഴിക്കുന്നു. KSRTCയിൽ പരസ്യം നൽകുന്നതിനായി 1 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ഇനി അങ്ങോട്ട് കേരളം കാണാനിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ചിത്രങ്ങൾ അടങ്ങിയ പരസ്യ ബോർഡുകൾ കേരളം ഒട്ടാകെ സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാകും. വിവിധ വികസന പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കിയെന്ന പേരിലാകും ഇത്തരം പരസ്യ ബോർഡുകൾ കേരളം ഒട്ടാകെ നിറയുക. ഇതിനുവേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മറ്റൊന്നിനുമല്ല, ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുമൊക്കെയായിട്ടാണ് ഈ 21 കോടിയോളം രൂപ അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാനം ഇങ്ങനെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കടമെടുക്കാനുള്ള ശ്രമം ധനവകുപ്പ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നൽകുന്നത് തികയുന്നില്ല എന്ന പരിഭവം ഒരു വശത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറയുമ്പോഴാണ് മറുവശത്ത് ഈ ധൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് ഒരു വിഹിതം മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ പിറകെ ഇറങ്ങുമെന്നാണ് നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു വശത്ത് ധൂർത്ത് യഥേഷ്ടം തുടരുമ്പോൾ മറുവശം വിനോദ് സൂചിപ്പിച്ചതുപോലെ ആശാവർക്കർമാർ അവരുടെ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പൊരുവെയിലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരുവെയിലത്ത് കിടക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്താണ് അവരുള്ളതെങ്കിൽ പോലും മുഖ്യമന്ത്രി ഇതുവരെ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരുടെ ആവശ്യം ന്യായമാണ് എന്ന തരത്തിൽ പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിലൂടെ മുഖം തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കാര്യത്തിലും നിലനിൽക്കുന്നത്. കാരുണ്യ പദ്ധതിക്ക് പണം നൽകാത്തതിനാൽ സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ പദ്ധതിയോട് സഹകരിക്കുന്നില്ല. മാത്രമല്ല, നമുക്കറിയാം വിവിധ വകുപ്പുകൾ പോലും പണം ആവശ്യപ്പെട്ടുകൊണ്ട് ധനവകുപ്പിനെ സമീപിക്കുകയാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണം നൽകുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ്.